ഇത് മാത്തൻ്റെ മോളല്ലയോ? പേരെന്തവാ കൊച്ചേ? ശാന്തമ്മ. ആ, പെണ്ണിനെ കെട്ടുവല്ലോ ഉറച്ചോ? നോക്കുന്നുണ്ടാ പാപ്പ. പിന്നെ പനച്ചമൂട്ടിന്നൊരു ആലോചന വന്നയോ? അങ്ങനെ ഒന്ന് വന്ന് അത്രേ ഉള്ളു. പറയാൻ മേലാങ്കി പറയണ്ട. എന്നാലും എനിക്കൊരു കാര്യം പറയണം. അല്ല, അത് പറഞ്ഞില്ലേ മാത്തനോട് ചെയ്യുന്ന കുറ്റവാ. പനച്ചമൂട്ടി മേലാദത്തോട്ട് കെട്ടിക്കൊണ്ടു പോകണമെന്ന് കേട്ടു. നമ്മുടെ കുഞ്ഞനാൻ്റെ എല്ലാലിനും ഇളയ മോൻ്റെ ചെറുക്കന് വേണ്ടി. ശരിയല്ലയോ? കൊച്ചു കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അത് ദോഷക്കാല. പെണ്ണണങ്ങി വാഴാത്ത വീടാ. അല്ല, നിറയേട് കാണിച്ചിട്ടാ. കൊളമ്പിലെങ്ങാണ്ട് ജോലിക്കും പോയേച്ച് അവിടെ ഒരു ശിങ്കളത്തി പെണ്ണിനെ പറ്റിച്ചേച്ചും വന്നയാ ഒരുത്തെ. പാപ്പിന്നെങ്ങാണ്ടായിരുന്നു പേര്. ശിങ്കളത്തി പെണ്ണ് വിടുവോ അവനെ? അവനുള്ള 6 അടി ഒടുക്കം കുളമ്പിലെങ്ങാണ്ടായി. രാത്രിക്ക് രായ്മാനം അവനെ ഏമാത്തിയ ആ വീട് കുഞ്ഞേനാൻ വാങ്ങിയേ. ദോഷം പരമ്പരയ്ക്കായിപ്പോഴ്. അല്ലേ, ആരായത്? കോതച്ചെറിയിലെ ലോനാച്ചനോ? എന്തവാ കുത്തിക്കറക്ക് വല്ലതോ ആന്നോ? ചെല്ല്, എഴീര്. നീ ഏതാന്ന് എന്നെ പറഞ്ഞാലും അറിയത്തില്ല. എന്നാ എനിക്കറിയാം മൂപ്പീന്നിനെ. കുത്തിക്കറക്കുണ്ടാക്കാൻ വന്ന് കേറിയിക്കുവാ. അമ്മാമേ, നീ ചുമ്മാ നില്ലും അറിയാമോ? ഇയാള് പോവോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിർത്തു മൂപ്പിലെ. ആണ്ടെ, വന്ന വഴിക്കങ്ങ് പോകാൻ നോക്ക്. അല്ലേ, പറ്റിയ കോളാന്നല്ലോ വന്ന് കേറിയേ. എന്നാലും അമ്മാമേ, കുഞ്ഞ് കഥ അടച്ച് കിടന്നേ. എരണക്കേടാ കുഞ്ഞെ ഈ മൂപ്പിന്ന്. അന്തി കർത്തപ്പ കയറി വന്നേക്കുവാ. നീ ആ വിളക്ക് ഇങ്ങോട്ടെടുത്തേ. കേറി കിടന്നാട്ടേന്ന്. നല്ല ഉറക്കവും ആപ്പൻ. വിളിച്ചേച്ചും തൊട്ടേച്ചൊന്നും അറിയുന്നില്ല. ആന്ന്, ഇന്ന് പകല് മൊത്തം ഒരേപോലെ ഉറക്കമായിരുന്നു. ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാനെ കൊണ്ട് എഴുതിച്ചിരുന്നപ്പോഴും ഒരുതരം മയക്കമായിരുന്നു. ഇടത്തെ വരിക്ക് നോവുണ്ടെന്ന് പറഞ്ഞ്. മുളമൂട്ടി ഇടുക്കളേച്ചൻ പോയെന്ന് കേട്ടേ പിന്നെ വിഷമോ അപ്പന്? പിന്നെ വിഷമം കാണത്തില്ലയോ? ഒരു കാലം മൊത്തം ഒന്നിച്ചല്ലായിരുന്നു. പങ്കുകച്ചവടം മാത്രമല്ലായിരുന്നല്ലോ. ആന്ന് ഇടുക്കളേച്ചൻ്റെ മുഞ്ഞി കറുത്ത അപ്പന് ചോറിറങ്ങത്തില്ലായിരുന്നെന്ന് അമ്മച്ചി പറയുമായിരുന്നു. ആ, ഒരു കാലമായിരുന്നത്. അപ്പനെ നല്ല വൈദ്യന്മാരാരേലും കൊണ്ടൊന്ന് കാണിക്കണം. പഷ്ണിക്കാരനായി പോയില്ലയോ നമ്മൾ. നമുക്ക് മനസ്സിൽ തോന്നാനല്ലേ പറ്റത്തുള്ളൂ. മാത്തൂട്ടിയേ, ഓമല്ലൂര് ഒരു കൊച്ചുപാച്ച് വൈദ്യരുണ്ട്. വലിയ ചികിത്സയാന്നാ കേൾക്കുന്നത്. അഷ്ടവൈദ്യന്മാരൊക്കത്തില്ലെന്നാ പറയുന്നേ. അങ്ങേരെ കൊണ്ടുവന്ന് അപ്പനെ കാണിക്കണം. കാണിക്കണം. അല്ല, കുഞ്ഞിറക്കച്ചായം വന്ന ഇപ്പം എന്തോയിനാ? അല്ലേ, അതെന്ത് ചോദ്യമോ മാത്തൂട്ടിയെ? നമ്മളിങ്ങോട്ട് വന്നുകൂടാന്ന് വായോ? നമ്മൾ പെരുമാടത്തിൽ കിടക്കുന്നെന്ന് പറഞ്ഞ് കുടുംബത്തിൽ കയറണ്ടെന്നും കുടുംബത്തിലെ കാര്യം അറിയണ്ടെന്നും ഉണ്ടോ? അല്ല, അങ്ങനെയാന്ന് അങ്ങ് പറഞ്ഞാട്ടെ. അല്ലേ, അച്ചായൻ എന്തോ ഉള്ളി വെച്ചോണ്ട് പറയുവാന്നല്ലോ. മാത്തൂട്ടിയെ, ഞാനല്ല ഉള്ളി വെച്ച നിങ്ങളെല്ലാം കൂടിയല്ലയോ? അച്ചായൻ എന്താ പോയി പറയുന്നേ? തെളിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കാവല്ലോ.
വെള്ളത്തിൽ വരച്ചും ആർക്കാ കോണം? ഓ, നമ്മൾ പറഞ്ഞാൽ വെള്ളത്തീ വരെയാ. എടാ മാത്തൂട്ടി, ഞാൻ ജീവിച്ചിരിക്കേ നീ എൻ്റെ ചാവിൻ്റെ ചടങ്ങ് നടത്തുമല്ലോ. ദേ, ആ, അങ്ങനെ തന്നെ പറഞ്ഞേ. നീ പറയിപ്പിച്ച എന്നെയും കൊണ്ട്. ആ, അല്ലേ നിന്റെ മോൻ്റെ കെട്ട് നിശ്ചയിച്ചേ ഞാൻ നാട്ടുകാർ പറഞ്ഞ് അറിയേണ്ടി വരുവാ. നീ തന്നെ പറഞ്ഞാട്ടെ. ഓ അതാന്നു. ഉം. അതൊന്നും ആയില്ലെന്നേ. കാർത്തികപ്പള്ളി അച്ഛൻ വന്ന് ഓരോന്ന് പറഞ്ഞ് എന്താവാന്ന് അന്വേഷിക്കാന്നും വിചാരിച്ച് അതാ. ആഹാ, എന്നേച്ചാന്നോ കീവറി ചായം കെട്ടണക്കാനെ കൊണ്ട് പുത്തനാറ്റുകാരെ പോയേ? അല്ലേ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എന്താവാ ഏതാന്ന് അറിയണ്ടായോ? അതെ അച്ചായ, രാജമ്മ വന്നേച്ചും വേണ്ടായോ എന്താ ഏതാന്ന് അഭിപ്രായം പറയാൻ? അതാ ഉറപ്പല്ലാന്ന് പറഞ്ഞേ. ആഹാ, ന്യായം പറയാനാന്ന് എപ്പോഴും എന്തെങ്കിലും കാണുമല്ല. അല്ലേ കുഞ്ഞിയെടുക്കനോ? ആ, കുഞ്ഞിയേർക്കനാ. അച്ഛായ നില്ല്, നിക്കാനല്ലയോ പറഞ്ഞേ. ഞാൻ അപ്പൻ്റെ വിവരം അന്വേഷിക്കാൻ വന്നതല്ലയോ മാത്തൂട്ടിയെ. നിങ്ങൾ സംസാരിച്ചോണ്ടാട്ടെ. ഷടാ, കൊട്ടേന്ന് ചാടിയ ഒറ്റാലില്. വാ വന്നാട്ടെ. ഈശോയെ, എത്ര കെറിഞ്ഞോടിച്ചാലും ചിറ്റിയും മണത്തും പിന്നെയും വരും. ഓ, നായ്ക്കും ചേരാത്ത ചാതിയ. പോകട്ടി. കണ്ടേടത്തോളം നല്ല കൂട്ടരാ മാത്തൂട്ടിയെ. ഉം. പിന്നെ ഇച്ചിരി പഞ്ഞവും പഴുതിയും അറിഞ്ഞവരുവാ. അതാ നല്ലത് അല്ലയോ? ഒരു കാലത്ത് നല്ല നില കഴിഞ്ഞവരാ. ചെല്ലക്കാട്ട് പടിയിട്ടേ മാത്രന് വലിയ കച്ചവടമാണെന്നാ പറയുന്നേ. അങ്ങേര് ബോട്ട് മുങ്ങിച്ചത്തേ പിന്നെയാ പഞ്ഞം വന്നേ. എന്നാലും പെരയും പെരയിടവും ഒക്കെ സ്വന്തമായിട്ടുണ്ട്. ഒറ്റ കൊച്ചേ ഉള്ളൂ. പിന്നെന്തോ, പിന്നെ പെണ്ണിൻ്റെ തള്ളേ ഉള്ളത് പറയണമല്ലോ. നല്ല സ്വഭാവമാണ്. ആ, ഓ വല്ലാത്ത യാത്രയായി പോയെന്ന്. പുത്തനാറ്റുകരയിൽ നിന്ന് കോതച്ചറ വരെ വന്നാലേ വണ്ടി കിട്ടത്തുള്ളൂ. മുട്ടൻ ചൂടുമല്ലയോ എൻ്റെ പൊന്നച്ചോ, നടന്ന് മുട്ട് തെറ്റിപ്പോയേ. ആ മാത്തൂട്ടി, ഓ ഞാൻ ചെന്നൊന്ന് മയങ്ങട്ടെ. കാലിൽ എഴിച്ച് നിൽക്കാൻ വയ്യ എനിക്ക്. ഒരു നല്ല കാര്യത്തിന് പോയല്ലയോ. നേരം വൈകിയാലും വേണ്ടില്ല, വന്ന് കാര്യം പറഞ്ഞു വെച്ചും പോകാലോ എന്ന് വിചാരിച്ച് കയറിയാ. കൊച്ചെങ്ങനുണ്ട്? ആ, അത് പറഞ്ഞില്ലല്ലയോ. നല്ല തങ്കപ്പെട്ട കൊച്ച്, ചൊല്ലുവിളിയുള്ള കൂട്ടത്തില. പള്ളി പാട്ടുകാരിയാന്നാ പറയുന്നേ. ഈശ്വര വിചാരമുള്ള കൂട്ടത്തില. അല്ല അതല്ലയോ വേണ്ടേ? നമ്മുടെ രാജമോന് ചേരുവോ? പിന്നെ ഇല്ലയോ, കർത്താവ് കണ്ട ഒരുമിപ്പാന്ന് തോന്നുന്നു. നീ എന്താ മാത്തൂട്ടി ഓർത്തോണ്ടിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. പിന്നെ കാർത്തികപ്പള്ളിയിൽ അച്ഛൻ കൊണ്ടുവന്ന ആലോചന ഇല്ലയോ? ഓ ഒന്നുമില്ലേ, ഒത്തിരി പഴക്കവും മുറയും ഇല്ലയോ നമുക്ക് അച്ഛനോട്? ആ. ആ, എന്നാ പിന്നെ ഇറങ്ങട്ടെ. കർത്താവേ, അപ്പൻ ഉറക്കമല്ലയോ? ആന്ന്, ഇച്ചിരി വല്ലാഴികയുണ്ട്. ആ നല്ല ഇരുട്ടാ. ചൂട്ടോ തിരിയോ വല്ലതും വേണോ? ഓ, അറിയാൻ വയ്യാത്ത വഴിയല്ലയോ.
എടിയേ കുഞ്ഞുമറിയേ, അല്ലേ വന്നാലും പോയാലും ഒന്നും അറിയത്തില്ലയോ? എടി ഇച്ചിരി കഞ്ഞിതാടി. ഓ വിശന്ന് വയറ്റ് കാറ്റ് കയറുന്നു. എടിയേ ദാ വരുന്നു. ആ അമ്മച്ചി എന്തിയടി? കിടക്കുവാ. കാലേ നീരുണ്ട്. ഇച്ചിരി പനിയുടെ കോളുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ലീലാമ്മ അവിടെ ആമ്പർന്നോന് ഉറങ്ങിയോടി? അവര് നേരത്തെ കഴിച്ചായിരുന്നു. ആന്നു വയറ്റ് കണ്ണി കൊച്ചിന് വിശക്കാൻ പറ്റുമോ? അവിടെ മരുന്നും തൈലമൊക്കെ വാങ്ങിയില്ലായിരുന്നോ? ഇന്നാൾ ഈ വൈദ്യര് പറഞ്ഞായിരുന്നു 5-ാം മാസം മുതൽ എന്തവാ ഒരു ലേഹ്യം തുടങ്ങണമെന്ന്. അതായിനി കഞ്ഞി ഇച്ചിരി കുടിക്കാട്ടെ. രായച്ചാന്റെ കെട്ടണക്കാനല്ലേ അപ്പച്ചൻ പോയേ? ആന്നു കൊച്ചെവിടുന്ന? അതല്ലയോ പാട്. അങ്ങ് പുത്തനാട്ടുകരയെന്നാ. പുത്തനാട്ടുകരെന്ന് പറഞ്ഞാ തുമ്പോളി മുക്കിനുമല്ല, അവിടുന്നും പോകണം പിന്നെയും 3-4 മൈല്. വണ്ടിയും വള്ളവും എടുക്കുമെന്നുള്ള വഴിയല്ലെന്ന്. ചെല്ലക്കാട്ട് പള്ളിയുടെ അടുത്താ. പള്ളിയുടെ അടുത്തെന്ന് വെച്ചാ പള്ളിയുടെ മുറ്റത്ത് തന്നെ. ചവക്കോട്ടയുടെ തെക്കോട്ട് മാറി ഇച്ചിരി പടിഞ്ഞാട്ട് പോയാൽ മതി. അല്ല, ഒരു കെട്ടുറയ്ക്കണേ വലിയ പാടല്ലയോ ഇക്കാലത്ത്? ദൂരവും വാരവും നോക്കിയിരിക്കാൻ പറ്റുമോ? കഞ്ഞി ഇച്ചിരി കൂടെ തന്നെ. കൊച്ചിനെ കണ്ടില്ലയോ അപ്പൻ? പിന്നെ ഇല്ലയോ? അതാ പ്രശ്നം. കൊച്ചു പെണ്ണ 10, 17, 18 വയസ്സ് വരും. ആ അപ്പൻ ചത്തുപോയാ. ഉള്ളതീ നേരത്തെ കെട്ടിച്ചു വിടണമെന്നാ. കെട്ടിച്ചാ പിന്നെ തള്ളയ്ക്ക് സമാധാനം ഉണ്ടല്ലോ. പെണ്ണിന് ജോലിയൊന്നും കാണത്തില്ല ഇല്ലയോ അപ്പ? പെണ്ണുങ്ങൾക്ക് ജോലിയില്ലാത്തയാ അല്ലേലും നല്ലത്. രാജാവിന് ജോലിയില്ലാത്ത പെണ്ണാ നല്ലത്. എല്ലാം മാത്തൂട്ടിയും കാർത്തികപ്പള്ളിയുടെ അച്ഛനും കൂടെ നിശ്ചയിച്ചേ. അല്ല, അപ്പൻ സമ്മതിച്ചെന്ന് പറഞ്ഞാ ഞാനും അവിടെ വരെ പോയേ. അല്ലാതെ എനിക്കെന്തുവാ കല്യാണം അണക്കലുമായിട്ട്? അല്ലേലും പോക്കില്ലാത്തവര് കല്യാണം അണക്കാൻ നെഞ്ചും വിരി ചെല്ലുന്നത് എങ്ങനെയാ? മാത്തൂട്ടി വിളിച്ചേച്ചും പറഞ്ഞു, കീവരി ചായ ഒന്ന് പോയേച്ചും വരണം.
ഓടപ്പറന്നവന്മാർ പറയുമ്പോൾ തള്ളുന്നത് എങ്ങനെയാ? അതാ പോവാന്ന് വെച്ചേ. അല്ലാതെ നമ്മക്കെന്താവാ? നമ്മക്ക് വയ്യായേ. അപ്പൻ ഇപ്പൊ ചെയ്തത് നല്ലൊരു കാര്യ. ആ കെട്ട് നടത്തി കൊടുക്കണം. അതിന് അപ്പൻ എന്തോയിനാ? ഉം. നീ ഉറങ്ങിയില്ലോടി ലീലാമേ? ഇല്ലപ്പ. ഇച്ചിരി കൂടി പോയി. വയററിയാണെങ്കിൽ കഴിച്ചു. ഇച്ചായി കഞ്ഞി കുടിച്ചായിരുന്നോ? ഇച്ചിരി പുഴുക്കുണ്ട്, ഞാനത് കഴിച്ചോളാം. എന്തുവാ? അല്ല, ഞാനത് കഴിച്ചായിരുന്നു. ആ, വല്ലപ്പോഴെങ്കിലും ഈ വിരിയൊന്ന് തട്ടിക്കുടഞ്ഞിട്ടാ കൊള്ളാം. നിറച്ചും പൊടിയാ. ആ, അല്ല പറഞ്ഞിട്ടെന്താവാ, വായിലെ വെള്ളം പറ്റും. മച്ചി നിറച്ചും പൊടിയാ. വാരിയും കഴുക്കോലും എല്ലാം പൂതരിച്ച് നിൽക്കുക. മണ്ണ് വീഴുന്നതിന് എനിക്ക് എന്തോ ചെയ്യാൻ പറ്റുമെന്നാ? കുടഞ്ഞിട്ടേച്ച് തീരുമ്പോഴേക്ക് നിറച്ച് പൊടി വീണ് കിടക്കുന്ന കാണാം. പെര കെട്ടി മേയണം. അതിനു മുമ്പേ വാരിയും കഴുക്കോലും എല്ലാം മാറണം. ഉം. എന്തെങ്കിലും പറയുമ്പോ ഉടനെ കിടന്നാലെങ്ങനാ? പെര കെട്ടി മേയേണ്ട കാര്യം പറയാനെ കൊണ്ട് 3 ദിവസമായിട്ട് നടക്കുക. ആളിനെ കണ്ണിന്റെ വെട്ടത്ത് കണ്ടേച്ചും വേണ്ടായോ പറയാൻ? മിണ്ടാതിരുന്നേച്ചും കാര്യമുണ്ടോ? എന്തെങ്കിലും സമാധാനം വേണ്ടായോ? അല്ലേ ഇപ്പൊ പറയേണ്ട സമാധാനം എന്താവാ? ഈ പാതിരാക്കിനി പെരകെട്ടിമയാൻ ഞാൻ കയറാം? അല്ലേ ഓരോന്ന് പറയുന്നേ. ആരും എങ്ങും കയറുന്നതിനെ കുറിച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് മാറ്, ഞാൻ കിടക്കട്ടെ. എനിക്കൊരു കൂട്ടം പറയാനുണ്ട്, അത് കേട്ടേച്ച് കിടക്ക്. കീവറിച്ചായം പറയുന്ന കൂട്ടാന്നേ രാജൻ കുഞ്ഞു വന്ന പോകുന്നതിന് മുമ്പ് കെട്ട് നടത്തേണ്ടി വരുവേ. കെട്ട് നടത്തണമെന്ന് പറയുന്നതല്ലാതെ നമ്മൾ വല്ല തരവും നോക്കിയിട്ടുണ്ടോ അതിന്? ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല, അതിനുവേണ്ടി മനസ്സിൽ വല്ലതും കണ്ടിട്ടുണ്ടോന്നാ. ഞാൻ ചോദിച്ചത് കേൾക്കുന്നില്ലയോ? വല്ലോ മനസ്സിൽ കണ്ടിട്ടുണ്ടോന്ന്? നീ പേടിക്കണ്ട. ഏതായാലും നിന്റെ അങ്ങൂന്ന് എടുത്തുകൊണ്ട് വെച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിലും നിനക്ക് മനസ്സാളുന്നതിന്റെ കാര്യം എന്തുവാന്നാ? രാജനെ ഞാൻ വേറെ ആയിട്ട് കണ്ടെന്നല്ലയോ പറഞ്ഞെന്റെ അർത്ഥം?